ഹലോ, അസ്സാം വലൈക്കും. 2026 പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് അനുമതി ലഭിച്ചവർക്കായി കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി പ്രധാനപ്പെട്ട ഒരു അപ്ഡേഷൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. തീർത്ഥാടകർക്ക് അവർ ഹജ്ജിന് അപേക്ഷിക്കുമ്പോൾ കൊടുത്തിരുന്ന മൊബൈൽ നമ്പറും എംപിന്നും ഉപയോഗിച്ച് ഹജ്ജ് കമ്മിറ്റിയുടെ സൈറ്റിലോ അല്ലെങ്കിൽ സുവിധ ആപ്പിലോ കയറി അവരവർക്ക് ആവശ്യമുള്ള തീയതിക്ക് വിമാനം ബുക്ക് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ഈ അപ്ഡേഷൻ. ഇതനുസരിച്ച് നാട്ടിൽ നിന്ന് ജിദ്ദയിലേക്കും തിരിച്ചും ഉള്ള വിമാന ടിക്കറ്റുകൾ അവനവന് സ്വയം ബുക്ക് ചെയ്യാൻ സാധിക്കും. എന്നാൽ എല്ലാ തീർത്ഥാടകരും ഇങ്ങനെ ടിക്കറ്റ് ബുക്ക് ചെയ്യണം എന്ന് ഹജ്ജ് കമ്മിറ്റി ആവശ്യപ്പെടുന്നില്ല. ഇന്ന്, അതായത് ജനുവരി 29 മുതൽ 4 ദിവസത്തേക്ക് മാത്രം ആയിരിക്കും ഈ ഓപ്ഷൻ സൈറ്റിൽ ലഭിക്കുന്നത്. എന്നാൽ ലേഡീസ് വിത്തൗട്ട് മെഹ്റം ഗ്രൂപ്പിൽ ഉള്ളവർക്ക് ഇങ്ങനെ ബുക്ക് ചെയ്യാൻ സാധിക്കുന്നതല്ല. എന്നാൽ ഇങ്ങനെ ബുക്ക് ചെയ്യാത്തവർക്ക് വേണ്ടി ഹജ്ജ് കമ്മിറ്റി പഴയ രീതിയിൽ തന്നെ ഏതെങ്കിലും ഒരു തീയതിയിലേക്ക് അവരുടെ ടിക്കറ്റുകൾ അലോട്ട് ചെയ്യുന്നതാണ്. ഈ കാര്യങ്ങൾ ഹജ്ജ് കമ്മിറ്റിയുടെ സർക്കുലർ നമ്പർ 29 വിശദമായി പറയുന്നുണ്ട്. ഇങ്ങനെ തീർത്ഥാടകൻ ടിക്കറ്റ് സ്വയം അവർക്ക് ആവശ്യമുള്ള തീയതിയിലേക്ക് ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും ഹജ്ജ് കമ്മിറ്റിക്ക് എന്തെങ്കിലും അടിയന്തര സാഹചര്യമുണ്ടെങ്കിൽ ഈ തീയതി മാറ്റാനോ അല്ലെങ്കിൽ വേറൊരു വിമാനത്തിലേക്ക് സീറ്റ് മാറ്റി നൽകാനോ അവകാശമുണ്ട് എന്ന് അവർ പ്രത്യേകം അറിയിക്കുന്നുണ്ട്. എന്നാൽ തീർത്ഥാടകൻ സ്വയം ബുക്ക് ചെയ്ത ലഭിച്ച സീറ്റ് സ്വന്തമായി നമുക്ക് മറ്റൊരു വിമാനത്തിലേക്കോ തീയതിയിലേക്കോ മാറ്റാൻ സാധ്യമല്ല. അതുപോലെ ഇങ്ങനെ ലഭിച്ച ടിക്കറ്റ് മറ്റൊരാൾക്ക് കൈമാറാനും സാധ്യമല്ല. എല്ലാ കുടിശ്ശികയും തീർത്ത ശേഷം ആയിരിക്കും ബോർഡിംഗ് പാസ് നമുക്ക് ലഭിക്കുന്നത്. ഹജ്ജ് കമ്മിറ്റിയുടെ ഈ പുതിയ അപ്ഡേഷൻ പ്രകാരം കുറേ തീർത്ഥാടകർക്കെങ്കിലും അവർ ഉദ്ദേശിക്കുന്ന വിമാനത്തിൽ തന്നെ സീറ്റ് ലഭിക്കുമെന്ന് കരുതാം. എല്ലാവർക്കും സ്വീകരിക്കപ്പെടുന്ന രീതിയിൽ ഹജ്ജ് കർമ്മങ്ങളൊക്കെ നിർവഹിച്ച് ആരോഗ്യത്തോടു കൂടി നാട്ടിൽ തിരിച്ചെത്താൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ.